നമസ്കാരമുണ്ട്. പുരാണം വിനോദം ഒന്നുണ്ടല്ലോ. കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയിലാണ്. ഇന്നത്തെ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനാണ് കേട്ടോ. കൂടെ ജഗദീഷും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളൊക്കെ കാണാം. ഈ വർഷം ഈ അത്തച്ചമയ ഘോഷയാത്ര ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ റോഡുകളിലും ബാരിക്കേഡുകളൊക്കെ വെച്ച് തിരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ഗ്രൗണ്ടിലേക്ക് പോകാവേ. ഒരു ഉത്സവപ്പറമ്പിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കലാകാരന്മാരൊക്കെ ഇവിടെ വന്നിട്ടാണ് പല പല കാഴ്ചകൾ, പല പല പ്ലോട്ടുകളൊക്കെ തയ്യാറായിട്ടിരിക്കുന്നു. 2000-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ചാനലുകൾ, മീഡിയ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ എന്തോ കാഴ്ചകളുണ്ടല്ലോ, നോക്കാം. 14 ജില്ലകളിലെയും കലാകാരന്മാർ എത്തിയിട്ടുണ്ടെന്നും പറയുന്നു കേട്ടോ. ഓരോന്നും എന്തൊക്കെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് എവിടെ നിന്നാണെന്നുള്ളത്. പുലികളി സംഘങ്ങൾ അവർ തീർച്ചയായും തൃശ്ശൂർ തന്നെയായിരിക്കുമല്ലോ. ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നു. ഘോഷയാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ടൂറിസത്തിൻ്റെ ഭാഗവും കൂടി ആയതുകൊണ്ട് ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതാണ്. ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. ക്യാമറകളുടെ ഒരു പട തന്നെ. ഇതുവരെ വെയിലായിരുന്നെങ്കിൽ എന്താ, നല്ല മഴക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മഴയെ പ്രതീക്ഷിക്കാം. അത്തച്ചമയം ഇത്തവണ മഴയ്ക്കകത്താവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതാണ് പതാക ഉയർത്തുന്ന അത്തച്ചമയ ആഘോഷത്തിൻ്റെ പതാക ഉയർത്തൽ നടത്തുന്ന സ്ഥലമാണ്. ഫിസിയോതെറാപ്പി ഡോക്ടർമാരുടെ സേവനം കിഴക്കേ ഗേറ്റിന് മുൻപിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഡോക്ടർമാരുടെ സേവനം കിഴക്കേ ഗേറ്റിന് മുൻപിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ടിനകത്ത് കിടക്കുന്ന വാഹനങ്ങൾ എത്രയും വീണ് തുടങ്ങി കേട്ടോ. മാവേലിയും വാമനും അക്ഷമരായിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി കാത്തു വെക്കുന്നു. അങ്ങനെ തോന്നുന്നില്ലേ? ക്ഷമയോടെ കാത്തിരിക്കുന്ന കലാകാരന്മാർ ഭക്ഷണമൊക്കെ തയ്യാറാക്കാനുള്ള പെട്ടെന്ന് മഴ, ആൾക്കാരെല്ലാം പല സ്ഥലത്തേക്ക് മാറി. പക്ഷേ ഇതാ ഇവിടെ ഒരു തെയ്യം കലാകാരൻ ഇവിടെ മുഖച്ചാർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും ഫൈനൽ ടച്ചപ്പിലാണ്. നമുക്ക് ഫൈനൽ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നോക്കൂ. ഇവിടെ ഒരു പുലിയെ അണിയിച്ചൊരുക്കുന്നു. കരിമ്പുലിയാണ്. ഒരു പുലി മുഖം. വാ, നല്ല ഭംഗിയല്ലേ? കാവടികൾ ഇങ്ങനെ നിരന്ന് മഴ നനയാതെ കയറി നിൽക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരും ഓണാഘോഷത്തിൽ അവരുടേതായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് ഇവിടെ. മാവേലി ടി വിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ബിഗ് ടി വിയാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് തോന്നുന്നു.
ഒരു കാവടി സംഘമാണ് ഈ പോകുന്നത്. നോക്കൂ. VIP-കൾ വന്നു തുടങ്ങി. 9 മണിക്കാണ് ഉദ്ഘാടനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബാണ് വരുന്നത്. ജില്ലാ പോലീസ് മേധാവും ജില്ലാ കളക്ടറും അനൂപ് ജേക്കബ് അവിടെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അയ്യടാ, ഒരു മോഹൻലാലില്ലേ ആ പോകുന്നത്? ഒരു വനിതാ ചെണ്ടമേള ട്രൂപ്പ് പതിയെ എല്ലാവർക്കും ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 64 ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഫ്രാൻസിസ് ജോർജ് MP എത്തിയിട്ടുണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിക്കായിട്ട് കാത്തു നിൽക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തി. മുഖ്യമന്ത്രിക്കായുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അദ്ദേഹം ഈ വഴിയാണോ വരുന്നത് അതോ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൂടെയാണോ വരുന്നതെന്ന് അറിയില്ല. എല്ലായിടത്തും ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ശിവനും പാർവതിയും പോകുന്നു. അങ്ങനെ പല പല വേഷധാരികളായിട്ടുള്ള ഏതാണ്ട് 2000 കലാകാരന്മാർ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം എത്തി. മുഖ്യമന്ത്രി എത്തി കേട്ടോ. മുഖ്യമന്ത്രിയുടെ ബാക്ക് സീറ്റ് നിറയെ ആൾക്കാരാണല്ലോ. നമ്മുടെ MP റോജി M. ജോണും ഒക്കെ ഉണ്ടല്ലോ. റോജി M. ജോണാണ് ഇപ്പോൾ ഇറങ്ങിയത്. മുഖ്യമന്ത്രി മുൻസീറ്റ് യാത്രക്കാരനായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അതുതന്നെയല്ല, പോലീസുകാരും എല്ലാം ചുറ്റും വളഞ്ഞിട്ടുമുണ്ട്, അദ്ദേഹത്തെ സെക്യൂരിറ്റിക്കാരും എല്ലാവരും. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. മുഖ്യമന്ത്രിയെ കാണാനല്ല, കടന്നു ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അത്തച്ചമയത്തിന്റെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ചരിത്രത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. നാം ഇന്ന് കാണുന്ന ഈ ബഹുജന ആഘോഷമായി മാറുന്നത് വളരെ മുമ്പ് തന്നെ ഈ ഘോഷയാത്ര ഒരു രാജകീയ പാരമ്പര്യമായിരുന്നു. കൊച്ചി മഹാരാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് നടത്തിയിരുന്ന ആചാരപരമായ ഘോഷയാത്രയാണിത്. എന്നാൽ ആ രാജകീയ യാത്രയെ തികച്ചും അസാധാരണമാക്കിയത് അതിലെ ഐക്യത്തിന്റെ മഹത്തായ സന്ദേശമാണ്. മഹാരാജാവ് ഒറ്റയ്ക്കായിരുന്നില്ല യാത്ര നടത്തിയിരുന്നത്. പടിഞ്ഞാറ പള്ളിയിലെ കട്ടനാനും മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ച നെട്ടൂർക്കാവളും തീരദേശത്തുള്ള ജനങ്ങളുടെ സ്വന്തം ഉത്സവമായി നാം ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് കേരളത്തിന്റെ ഇനി സ്വാഗത പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ബോറൻ പ്രസംഗമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്താണേലും നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. നമ്മുടെ പ്രിയങ്കരനും നമ്മുടെ തന്നെ നാട്ടുകാരനുമായിട്ടുള്ള ശ്രീ കാഞ്ഞിരമിറ്റം കത്തനാർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ അപകടയുടെ ജനറൽ കൺവീനർമാർ, അതുപോലെ തന്നെ എന്റെ പ്രിയങ്കരായിട്ടുള്ള കൗൺസിലർമാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാർ, ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു 11 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും പീക്കാകുന്നതെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. നമുക്ക് ഈ ഗ്രൗണ്ടിലൂടെയൊക്കെ നടന്നു നോക്കാം. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഇത് പൂനെയിൽ നിന്ന് വന്ന ഡോലക് എന്താണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു സംഘമാണ്. അവർ പൂനെയിൽ നിന്ന് വന്നതാണ്. അവരാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നാണ് പറയപ്പെടുന്നത്. ഇതാ പൊയ്ക്കാലിൽ നിൽക്കുന്ന പൊയ്ക്കാൽ കലാകാരന്മാർ. എല്ലാത്തരം കലാകാരന്മാരും ഉണ്ടല്ലേ. ഇത് പൂനാ സംഘത്തിൻ്റെ ഡ്രംസാണ്. ഡോലക്കെന്ന് നമ്മൾ പറയുന്ന സാധനമായിരിക്കണം അതല്ലേ. എല്ലാവരും
വീശിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഇതിലൂടെയാണ് അത്തം ഘോഷയാത്ര പുറത്തേക്ക് കടന്നു പോരുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നും. മറ്റൊരു കാവടി ഗ്രൂപ്പ്. വാ, ഇത് ഭംഗിയാണല്ലേ. തൃപ്പൂണിത്തുറയിലെ റോയൽ റണ്ണേഴ്സാണ്. അവർ ഓണാഘോഷത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആഘോഷത്തോടൊപ്പം ആരോഗ്യവും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഇത് വൈക്കം റോഡിൽ നിന്നും തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. ഈ വഴിയിലൂടെയാണ് ഘോഷയാത്ര. ഈ വഴിയിലൂടെ സ്റ്റാച്യൂവിൽ ചെന്ന് കിഴക്കേക്കോട്ട ചെന്ന് വടക്കേക്കോട്ട വഴി തിരിച്ച് ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിയാണ് ഘോഷയാത്ര ചെയ്യുന്നത് കേട്ടോ. പല പല പ്ലോട്ടുകൾ, വിഷ്ണു കൊച്ചിക്കാരൻ സ്പാ, പല പല പ്ലോട്ടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. പഴശ്ശിപ്പട, നെന്മമരം, ഇങ്ങനെ പ്ലോട്ടുകൾ കിടക്കുകയാണ് കേട്ടോ. ബിഗ് ടി വിയുടെ ന്യൂസ് താരങ്ങളാണ് നിൽക്കുന്നത്. സുജിയ പാർവതി ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഈ വേദി മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ബഹാദുരത്വം നിറഞ്ഞ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെറ്റൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. പക്ഷേ നമുക്ക് ഈ വഴിയിലൂടെ, നമ്മൾ ഘോഷയാത്ര കടന്നു പോകുന്ന ഈ വഴിയിലൂടെയൊക്കെ ഒന്ന് നടക്കാം. ചരിത്ര വ്യാഖ്യാനവും എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കത് മുടങ്ങിയെങ്കിലും പിന്നീട് 60-61 വീണ്ടും ഇത് ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോവുക അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കരിങ്ങാച്ചിറ കത്തന, അതിന്റെ പ്രകൃതി ഇവിടെയുണ്ട്. ചെമ്പിൽ അരേ കൊച്ചി രാജ്യത്തിന്റെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ഇടത്ത സൈഡിൽ കാണുന്നത് കേട്ടോ. പ്രദക്ഷിണം തുടങ്ങാനായിട്ട് ഇനി ഏതാണ്ട് 2 മണിക്കൂറോളം താമസമുണ്ട്. അപ്പോഴും അതിനു മുമ്പും ഈ വന്നു നിൽക്കുന്നതാണ് ജനങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിനെ എത്രമാത്രം ഈ ആഘോഷത്തിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇത് നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിലെത്തി. ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഘോഷയാത്ര പോകുന്നത്. നമുക്ക് പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള ആ വഴിയിൽ അല്പം ഒന്ന് നടക്കാം. കുറച്ച് നടന്നിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം 500 മീറ്റർ ഉണ്ട് ക്ഷേത്രത്തിലേക്ക്. ഇനി നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിലെത്തി. ഇപ്പം നമുക്ക് ശ്രീ ജഗദീഷിൻ്റെ പ്രസംഗം കേൾക്കാം കേട്ടോ. ഇവിടെ വന്ന് ജഗദീഷാക്കിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണത്രയീശന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പോകുന്നു. ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞ ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് മാറി തൃപ്പൂണിത്തറ ജംഗ്ഷനിലാണ്. ആൾക്കാരിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക. ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ എത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് വന്ന് വലത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണാമെന്ന് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീ കലേഷാണ് ആ പോകുന്നത്. ഒരു ആർട്ടിസ്റ്റൊക്കെയാണ്, എന്നെ കണ്ടിട്ടില്ല. അതൊക്കെയായാലും പുള്ളി തിരക്ക് പിടിച്ച് വേറെ എവിടെയൊക്കെ പോകാനുള്ള തിരക്കിലാണ്. പോട്ടെ, നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാം അല്ലേ. അല്പസമയത്തോടെ ഇതിലെ കടന്നു വരുമെന്നാണ് പറയുന്നത് ഘോഷയാത്ര. ഇതാണ് ഇവിടുത്തെ തിരക്ക്, കാണാമല്ലോ. ആദ്യം വരുന്നത് അനൗൺസ്മെൻറ്റ് വാഹനമാണ്. അതിന് തൊട്ടുപിറകെ കുതിരപ്പടയാളികൾ, ശേഷം അതിൻ്റെ പിറകെ മാവേലി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്ലോട്ടിൻ്റെ രീതി, അല്ലെങ്കിൽ ഘോഷയാത്രയുടെ രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദാ അനൗൺസ്മെൻറ്റ് വാഹനം വന്നു. ഇനി ഇതിൻ്റെ പുറകെയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. കുതിരപ്പടയാളികൾക്ക് തൊട്ട് പിറകെ പഞ്ചവാദ്യ മേളമാണ് വരുന്നത്. പിറകെ രാജാവിൻ്റെ പല്ലക്ക് വരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ അതാ ഒരു മാവേലി വരുന്നു. ഒരു ബാൻഡ് സെറ്റ്. ഒരു പുലികളി സംഘം വരുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ മാത്രമല്ല, തൃപ്പൂണിത്തുറയും പുലികൾ ഇറങ്ങി. പൂനെയിൽ നിന്നും വന്ന സംഘം
ഈ ചൂടത്ത് നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം കൂടുതൽ നിൽക്കാനുള്ള ആരോഗ്യസ്ഥിതി നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2 ജെൻസി പിള്ളേർ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി കേട്ടോ. ജനങ്ങളുടെ ഒഴുക്ക് കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഇതാ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 12 മണിയോളം ആയിട്ടുണ്ട് സമയം. അപ്പോൾ വീണ്ടും കാണാം. ബായ്.